ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടുന്നതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ ഇസ്രായേൽ ലെബനൻ അംബാസഡർമാർ തമ്മിൽ വൈറ്റ് ഹൗസിൽ നടന്ന ഉന്നതതല രണ്ടാംവട്ട ചർച്ചകളെ തുടർന്നാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സ്റ്റേബിളായിട്ടുള്ള ഒരു സമാധാന കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സമയം നൽകുന്നതിനാണ് ഈ ഒരു 3 ആഴ്ചത്തെ സമയം നൽകിയിരിക്കുന്നത് എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. പ്രസിഡന്റ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഇസ്രായേലിലെയും ലെബനനിലെയും US അംബാസഡർമാർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണെന്നും അവർക്ക് കൂടുതൽ സമയമില്ലെന്നും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. തനിക്ക് തിരക്കില്ലെന്നും എന്നാൽ ഇറാനെ സംബന്ധിച്ച് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മാത്രം പോരെന്നും ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന തന്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉടൻ തന്നെ തുറന്നുകൊടുക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഇത് ചെയ്യാതെ ഒരു ഒത്തുതീർപ്പിനും അമേരിക്ക തയ്യാറല്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ സാധ്യമല്ലെന്ന് ഇറാന്റെ മുഖ്യ ചർച്ചാ പ്രതിനിധി അറിയിച്ചു. USഉം ഇസ്രായേലും വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്നാണ് ഇറാന്റെ ആരോപണം. യുക്രൈന്റെ ദീർഘകാല പുനർനിർമ്മാണത്തിനും ഭരണപരമായ ചെലവുകൾക്കുമായി വലിയൊരു തുക വായ്പയായി നൽകാൻ യൂറോപ്യൻ കൗൺസിൽ ഔദ്യോഗികമായി അംഗീകാരം നൽകി. തകർന്നടിഞ്ഞ വൈദ്യുതി നിലയങ്ങൾ, റോഡുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, പെൻഷൻ എന്നിവ നൽകുന്നതിനുമാണ് ഈ ഒരു തുക വിനിയോഗിക്കുക. യൂറോപ്പിൽ മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന റഷ്യൻ സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ച് ഈ വായ്പയുടെ പലിശ അടയ്ക്കാനാണ് പദ്ധതി. ഈ സഹായം ലഭിക്കുന്നതിനായി യുക്രൈൻ അഴിമതി വിരുദ്ധ നിയമങ്ങളും ജനാധിപത്യ പരിഷ്കാരങ്ങളും നടപ്പിലാക്കേണ്ടതുണ്ട്. 20ാമത്തെ ഉപരോധ പാക്കേജ് അനുസരിച്ച് റഷ്യയുടെ യുദ്ധം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതാക്കുന്നതിനായി പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഷാഡോ ഫ്ലീറ്റ്, ഒന്നാമതായിട്ട് ഷാഡോ ഫ്ലീറ്റ്സിനുള്ള നിയന്ത്രണങ്ങളാണ്. അതായത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടന്ന് റഷ്യൻ എണ്ണ കടത്തുന്ന 45 കപ്പലുകളെ കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുന്നു. ഇവയ്ക്ക് യൂറോപ്യൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടാകില്ല. രണ്ടാമതായിട്ട് സാങ്കേതികമായ നിയന്ത്രണമാണ്. ഡ്രോണുകൾ നിർമ്മിക്കാനും മറ്റ് ആയുധങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ആധുനിക ഇലക്ട്രോണിക് ചിപ്പുകൾ റഷ്യയിലേക്ക് അയക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. മൂന്നാമതായിട്ട് മൂന്നാം രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ്. യൂറോപ്യൻ സാങ്കേതിക വിദ്യ റഷ്യയിലേക്ക് ഒളിച്ചുകടത്താൻ സഹായിക്കുന്ന ചൈനീസ്, ഇന്ത്യൻ കമ്പനികൾക്കെതിരെയും ആദ്യമായി നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. LNG യൂറോപ്യൻ തുറമുഖങ്ങൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. റഷ്യൻ അധിനിവേശം 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈനുള്ള പിന്തുണ കുറയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ യൂറോപ്യൻ യൂണിയൻ നൽകുന്നത്. മെറ്റ തങ്ങളുടെ ആഗോള തൊഴിൽ സേനയിൽ നിന്ന് ഏകദേശം 8000 ജീവനക്കാരെ പിരിച്ചുവിടുന്നതായി 2026 ഏപ്രിൽ 23-ന് പ്രഖ്യാപിച്ചു. ഇത് കമ്പനിയുടെ ആകെ ജീവനക്കാരുടെ 10% വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ വലിയ നിക്ഷേപങ്ങൾക്കായി പണം കണ്ടെത്താനാണ് ഈ ഒരു പിരിച്ചുവിടൽ. മനുഷ്യശേഷിക്ക് പകരം AI സാങ്കേതിക വിദ്യയ്ക്ക് കമ്പനി ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. 8000 പേരെ പിരിച്ചുവിടുന്നതിനൊപ്പം നികത്താനിരുന്ന 6000 പുതിയ തൊഴിലവസരങ്ങളും കമ്പനി റദ്ദാക്കി. പിരിച്ചുവിടപ്പെടുന്ന അമേരിക്കൻ ജീവനക്കാർക്ക് 16 ആഴ്ചത്തെ അടിസ്ഥാന ശമ്പളവും ജോലി ചെയ്ത ഓരോ വർഷത്തിനും 2 ആഴ്ചത്തെ ശമ്പളം വീതം അധികമായിട്ടും നൽകും. മെറ്റയെ കൂടാതെ മൈക്രോസോഫ്റ്റും ഏകദേശം 8750 ജീവനക്കാർക്കായി വോളണ്ടറി റിട്ടയർമെന്റ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ മുൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോളിന് 30 വർഷം തടവ് ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. 2024 ഒക്ടോബറിൽ ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിന് മുകളിലൂടെ അനുമതിയില്ലാതെ ഡ്രോണുകൾ പറത്താൻ ഉത്തരവിട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കുറ്റം. ഉത്തര കൊറിയയെ പ്രകോപിപ്പിക്കാനും അതുവഴി രാജ്യത്ത് മാർഷ്യൽ ലോ അഥവാ സൈനിക നിയമം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും അദ്ദേഹം ശ്രമിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി രാജ്യത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം. യൂൻ സുക് യോൾ ഇപ്പോൾ തന്നെ മറ്റൊരു കേസിൽ, അതായത് 2024 ഡിസംബറിൽ പരാജയപ്പെട്ട മാർഷ്യൽ ലോ നീക്കത്തിന്റെ പേരിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. മുൻ പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂനിന് 25 വർഷം തടവും ഇതേ കേസിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൊന്നായാണ് ഈ ഒരു വിചാരണയെ കണക്കാക്കപ്പെടുന്നത്.